വിമല ഹൃദയ പ്രതിഷ്ഠ 11-ാം ദിവസം. പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആത്മാക്കളിലേക്ക് അസാധാരണമായ കൃപകൾ വർഷിക്കപ്പെടാൻ പോകുന്നു. ആ സമയത്തെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ. മംഗളവാർത്തയുടെ തിരുനാളിന് സമാനമായി വിശേഷാവസരങ്ങളിൽ പിതാവിൻ്റെ കൃപകൾ മഴ പോലെ സ്വർഗത്തിൽ നിന്നും വർഷിക്കപ്പെടും. എൻ്റെ അജഗണത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെയും ഞാൻ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു. നിങ്ങളിൽ ഹൃദയൈക്യം ഉണ്ടാകട്ടെ. എൻ്റെ ഹൃദയത്തിൻ്റെ വിജയത്തിനായി തന്നെ പ്രിയമക്കളെ അറിയുക, നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം വച്ചിരിക്കുന്നത്. എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുള്ള കൃപ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മകൻ്റെ പ്രതിപുരുഷനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഹൃദയൈക്യം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരു ബലിയായി സമർപ്പിക്കുക. നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ വിജയത്തിനായി നിങ്ങളെ തന്നെ പുണ്യം കൊണ്ട് നിറയ്ക്കുവിൻ. മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ മുൻഗണന നൽകുവിൻ. എൻ്റെ സമർപ്പിതരുടെ വ്യൂഹങ്ങളെ വരുവിൻ. നമ്മുടെ മുൻപിൽ ഒരു യുദ്ധമുണ്ട്. യുദ്ധം തുടങ്ങാൻ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് തരിക. എൻ്റേത് ഞാൻ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞല്ലോ. നിങ്ങളെ തന്നെ എനിക്ക് പൂർണ്ണമായും തരിക. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്താം. വഴികാട്ടി. കൃപയുടെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴാണ് മാതാവ് പറയുന്ന ആ സമയം, ഹൃദയങ്ങൾ മാറ്റപ്പെടുന്ന സമയം. സമർപ്പണം നടത്തുമ്പോൾ ആത്മാവ് രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. സമർപ്പണത്തിൽ ജീവിതം രൂപാന്തരപ്പെട്ടു എന്നത് വ്യക്തമാക്കുന്ന യഥാർത്ഥ മാറ്റം കാണാൻ സാധിക്കും. സമർപ്പണത്തിൽ വർഷിക്കപ്പെടുന്ന കൃപ അധികമായാൽ മാറ്റം വലുതായിരിക്കും. ഈ സ്വർഗീയ തലത്തിലാണ് പരമപിതാവ് മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത്. സമർപ്പണം ആഗ്രഹിക്കുന്നത് പിതാവ് തന്നെ, പൂർത്തിയാക്കുന്നതും പിതാവ് തന്നെ. പ്രവൃത്തിപദം. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പിതാവിനെ ദൈവസാന്നിധ്യത്തിൽ നിലനിർത്തുകയാണ്. ഇതിൻ്റെ ഫലങ്ങൾ 3 1. പാപം ചെയ്യാതിരിക്കുക. 2. പുണ്യം അഭ്യസിക്കുക. 3. ദൈവവുമായി ഒന്നായി ചേരുക. ദൈവസാന്നിധ്യം ഇവ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇത് സംഭവിക്കുന്നത് വിശുദ്ധമായ സ്നേഹത്താൽ തന്നെയാണ്. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, ശിഷ്ടജീവിതം മുഴുവനും അമ്മയെ സ്നേഹിക്കുവാനുള്ള വരം തരണമേ. ഞാൻ എന്നും മുഴുവനായും അമ്മയുടേതായിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തെ അമ്മയുടെ പുത്രൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകണമേ. അങ്ങനെ എൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാല ശക്തിപ്പെടട്ടെ. പുണ്യസമ്പാദനത്തിൽ എന്നെ സഹായിക്കണമേ. ഞാൻ വഴി ലോകത്തിന് അമ്മയുടെ സാന്നിധ്യം നൽകാൻ തക്കവിധം ശക്തിയും ധൈര്യവും എൻ്റെ ഹൃദയത്തിന് നൽകണമേ. അങ്ങയുടെ വിജയത്തിൻ്റെ പോരാളിയാകുവാൻ വേണ്ട ശക്തി എൻ്റെ ആത്മാവിന് നൽകണമേ. ഈ ലോകത്തിന് കൃപ ലഭിക്കട്ടെ. സമർപ്പണ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കൃപയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. ആമേൻ.